വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. കുറച്ച് ദിവസങ്ങളായി കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിലെ സ്കൂൾ കലോത്സവത്തിലെ ഒരു സുന്ദരമായ കാഴ്ചയാണ് കേരളം മുഴുവൻ ചർച്ചയാവുന്നത്. ആ കാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ആ നൃത്തത്തിന്റെ ഭാഗമായിട്ടുള്ള സുന്ദരിമണികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫിൻസ, എങ്ങനെയുണ്ട്? സന്തോഷായി. ആരാ ഡാൻസ് പഠിപ്പിച്ചെന്നേ? ടീച്ചർ ശ്രീനിവേദ്യ ടീച്ചർ. ആണോ? എല്ലാരും പറഞ്ഞോ ഡാൻസ് ഇഷ്ടപ്പെട്ടു എന്ന്? പാരന്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഡാൻസ് നന്നായി. ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു? അക്കര ഫൗണ്ടേഷനിലെല്ലാം പോയിന്ന്. അന്ന് ഡാൻസ് എല്ലാം കളിച്ചിന്, പാട്ടെല്ലാം പാടിന്ന്. മകളുടെ നൃത്തമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സന്തോഷം തോന്നും. നമ്മളോടൊപ്പം സ്കൂളിലെ പ്രധാന അധ്യാപിക കൂടി ചേരുന്നുണ്ട്. ടീച്ചറെ, സ്കൂളിലെ കലോത്സവമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വരുന്നു. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കേരളം മുഴുവൻ പ്രാവർത്തികമാക്കേണ്ട മാതൃക എന്ന് പറഞ്ഞു. ഇത് തോന്നുന്നു? ശരിയാണ്, വളരെ സന്തോഷം. ഞങ്ങൾ സ്കൂളിൽ മിടുക്കിയായ കുട്ടിയാണ് ഫാത്തിമ ആയിഷത്ത് ഫിൻസ എന്ന് പറയുന്ന കുട്ടി. എല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോത്സവ മത്സരങ്ങളിൽ പല ഐറ്റത്തിലും കുട്ടി പങ്കെടുത്തിട്ടുണ്ട്. സിംഗിൾ ഡാൻസ്, അതുപോലെ ദേശഭക്തി ഗാനം, ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസിലും എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഠനകാര്യത്തിലും വളരെ മിടുക്കിയാണ് കുട്ടി. സ്റ്റുഡൻ്റ് കൂടിയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ശ്രീനിവേദ്യ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചർ പല ഈ പറഞ്ഞ പോലെ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഇവിടുന്ന് തന്നെ ചുവട് വെച്ചിട്ട് ഒരു കലാകാരിയായി മാറിയ ഒരു അധ്യാപിക കൂടിയാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഫിൻസമോളും ടീമിൻ്റെ ഈ ഡാൻസ് കണ്ടിട്ട്. ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ കൂടി ഇങ്ങനെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കുട്ടികളുടെ ഡാൻസ്. അതിലും അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിലെ പിന്നെ ഈ കുട്ടികളുടെ ഈ പരിപാടി ഇനിയും മികച്ചത് അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർ നന്നായിട്ട് എല്ലാ കാര്യത്തിലും ചെയ്യുന്ന കുട്ടികളാണ്. അതുപോലെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1ാം ക്ലാസ് മുതലേ അവർ നന്നായി ചെയ്യുന്നുണ്ട്. പഠന പ്രവർത്തനത്തിലായാലും ഡാൻസ് എന്ത് വിഷയത്തിലായാലും. അതുകൊണ്ട് വളരെ സന്തോഷം. ഇങ്ങനെ അതിൽ വളരെ വളരെ സന്തോഷം. കരുതലിന്റെ ചേർത്ത് നിർത്തലിന്റെ ഇതുപോലുള്ള കലോത്സവ കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും ഉയർന്നു വരണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. തീർച്ചയായിട്ടും ഐഷത്ത് താരമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ത് രസമായിട്ടാണല്ലേ ആ കുട്ടി ആ കസേരയിൽ ഇരുന്നാണെങ്കിലും ആ നൃത്തം ചെയ്യുന്നത്. സാരംഗ് ചേരുന്നുണ്ട് നമുക്കിപ്പം. സാരംഗ്, ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു കരുതലിന്റെ ഒക്കെ ഒരു നൃത്തമാണ്. ഐഷത്ത് നമ്മളെയൊക്കെ അങ്ങ് അത്ഭുതപ്പെടുത്തുകയാണല്ലേ? ഫിൻസയും കൂട്ടുകാരും ശരിക്കും നമ്മൾ മുതിർന്ന ആളുകൾക്കാണ് വലിയ തോതിൽ മാതൃകയായിട്ട് മാറുന്നത്. കാരണം എൻ്റെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ കലോത്സവ കാഴ്ചകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ശാരീരിക പ്രയാസങ്ങളാലൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ കലോത്സവ വേദികളിൽ നിന്നും അതുപോലെ തന്നെ കായികോത്സവ വേദികളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണത്. അത് ചെറിയ പ്രായത്തിലൊക്കെ തന്നെ നമ്മൾക്ക് ആദ്യ തോതിൽ നമുക്കത് അത്രത്തോളം ആ ഒരു വേദന നമുക്ക് മനസ്സിലാക്കണം എന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ ജീവിതത്തിൽ ആലോചിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളങ്ങനെ അവരോട് പെരുമാറിയത് നമ്മൾക്ക് പലപ്പോഴും അത്തരത്തിലുള്ള വേദനകളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒക്കെ നമ്മൾ സ്വയം അനുഭവമുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളും ഒട്ടേറെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെയാണ് ഫിൻസയും സുഹൃത്തുക്കളും ഏറെ വ്യത്യസ്തരാകുന്നത്. അവരെ പൊതുവെ നമ്മളൊക്കെ തന്നെ പിന്നെ പലപ്പോഴായി കലോത്സവ വേദികളിൽ ഒപ്പനയുടെ ഇനത്തിലൊക്കെ തന്നെ ഈ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സംഘനൃത്തം. കാരണം സംഘനൃത്തം എന്ന് പറയുന്ന സമയത്തിന് നമ്മൾ വലിയ ചടുലമായ നീക്കങ്ങളും നൃത്തം ചുവടുകളൊക്കെ ആയിട്ട് ആ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാ കുട്ടികളും സന്തോഷത്തോടു കൂടി ഫിൻസയും സുഹൃത്തുക്കളും അത്രയും മനസ്സ് നിറഞ്ഞു എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഐഷത്ത് ഫിൻസ എന്ന കുട്ടിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാവരും ആ നൃത്തം